ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഓവൻ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു വലിയ ബൗൾ എടുക്കാം. അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് 3/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ 1 കപ്പ് അളന്നിരിക്കുന്നത് 250 ml കപ്പിലാണ്. അങ്ങനെയുള്ള കപ്പിന് 3/4 കപ്പ് പഞ്ചസാര. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത്. പൊടിച്ചതിന് ശേഷം 3/4 കപ്പ് അളവിൽ എടുക്കാൻ നോക്കുക. ഇനി ഇതൊന്നും നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങയുടെ തൊലി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ചെറുനാരങ്ങ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ കൂടി വേണമെന്നാണെങ്കിൽ അതുകൂടി ഒരു ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, ചെറുനാരങ്ങയുടെ തൊലി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ ഓറഞ്ച് ജ്യൂസും വേണമെങ്കിൽ ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലുള്ള ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം. ഇത് നല്ല ക്രീമി ആകുന്ന ഒരു പാകത്തിന് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി ഞാൻ നല്ലതുപോലെ വിസ്ക് വെച്ചൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ കപ്പിന് തന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരിക്കലും വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വിസ്കോ അതല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും മുട്ടയൊക്കെയായി ചേർന്ന് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ലെവൽ ചെയ്തിട്ട് എടുക്കാം 1/4 കപ്പ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് വെയിറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ കറക്റ്റ് അളവ് കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് ചെക്ക് ചെയ്യാം. മൈദ ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 2 പിഞ്ച് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശരിക്കൊന്ന് അരിച്ചെടുക്കാം. ഫ്ലോറും ഞാൻ അരിച്ചെടുത്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രധാന ചേരുവയായ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അളന്നിരിക്കുന്ന അതേ കപ്പിന് 1/2 കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റർ കയ്യിലില്ല എന്നാണെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിനടുത്ത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ അവർ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ക്യാരറ്റും ചേർത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ കേക്കിന് ചെയ്യുന്ന അതേ രീതിയിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം.
അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധാരണ ഒരു പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേയിൽ വേണമെങ്കിൽ ബേക്കിംഗ് ട്രേയിൽ റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റീലിൻ്റെയൊക്കെ ബൗളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അത്യാവശ്യം വലിപ്പമുള്ളത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ ബാറ്ററും ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മുഴുവൻ ബാറ്ററൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ പാത്രം അതിനനുസരിച്ച് വലിപ്പത്തിലുള്ളത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം നമ്മൾ മുക്കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഞാനൊന്ന് ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വരെ ഞാൻ ബാറ്റർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തറയിലൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക. ശരിക്കൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഓവൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇഡ്ഡലി പാത്രമോ കുക്കറോ ഉപയോഗിച്ചാൽ മതി. കുക്കറാണെങ്കിൽ ഇഡ്ഡലി പാത്രം ആണെങ്കിലും അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒന്നുകിൽ ഉപ്പ് വെതറുക, അതല്ലെങ്കിൽ മണൽ വെതറുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട്, ഈ പാത്രം ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റ് കമഴ്ത്തി കൊടുത്താലും മതി, നമ്മുടെ ട്രേ ഒന്ന് കറക്റ്റ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ആദ്യം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് പാത്രം നല്ലതുപോലെ ചൂടായപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ട്രേ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലും അതുപോലെ തന്നെ കുക്കറിലൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂറും 10 മിനിറ്റൊക്കെ ഏകദേശം എടുക്കും ഈ ഒരു ക്യാരറ്റ് കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് അത് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറിന് മുന്നേ ഒരിക്കലും തുറന്ന് നോക്കരുത്. അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം അങ്ങ് കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കി ബേക്ക് ആയില്ല തോന്നുവാണെങ്കിൽ മാത്രം അതേ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾ ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസ് 340 ഫാരൻഹീറ്റിൽ ഒരു 90 മിനിറ്റ്സ് ആണ് ഈ ഒരു കേക്ക് ബേക്ക് ആയി കിട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് റെഡി ആയോന്ന് നോക്കാം. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം പാത്രത്തിനകത്ത് മാറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് സൈഡിൽ നിന്നൊക്കെ ശരിക്കും കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് വന്നിട്ട് തന്നെ ഉണ്ട്. സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ശരിക്കും നല്ല ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.